എല്ലാവർക്കും. നമ്മളിപ്പോ നമ്മുടെ ഭോപ്പാൽ ട്രിപ്പിന്റെ 2ാമത്തെ ദിവസം ഉണ്ടാ. നമ്മളിപ്പോ തമിഴ്നാട്ടിലാണ്. അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ യാത്ര യാത്ര ചെറിയ ബ്ലോക്ക് കിട്ടി പോണിപ്പോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ യാത്രയിലേക്ക് ഞങ്ങളുടെ കൂടെ സ്വാഗതം. ഞങ്ങളാണ് വീഡിയോ എടുക്കുന്നത്. സ്വാഗതം. അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ നമുക്ക് നോക്കിയാൽ നല്ല മഞ്ഞാണ്. നോക്കി പറഞ്ഞാൽ അല്ലേ, മഞ്ഞളാണ്. മഞ്ഞിങ്ങനെ സമയം കഴിഞ്ഞിട്ട് 6 മണി 6:15 നമ്മള് തൊപ്പൂരാവാറായി. തൊപ്പോ നമ്മുടെ മുമ്പിൽ ഒരു ബസ് പോണണ്ട, SCL. ഇവിടുത്തെ ലൈൻ ബസ് ആട്ടാ. മേട്ടൂര് ധർമ്മപുരി പോണ ബസ്സാണത്. മേട്ടൂർ. ഞാൻ എന്റെ പുറകിൽ തമിഴിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തമിഴ് കുറേശ്ശെ വായിക്കറിയാം. അതാണ് ഞാൻ വായിച്ചത്. മേട്ടൂർ ധർമ്മപുരി പോണണ്ട. ലൈൻ ബസ്സാണ് കേട്ടാ. കളർ കോഡും ഇല്ല, ഒന്നുമില്ല. നമ്മളങ്ങനെ മേട്ടൂര് വന്ന തൊപ്പൂര് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ട്രിപ്പ് വന്നത് മേട്ടൂര് വഴിക്കാണ്. നമ്മളങ്ങനെ തൊപ്പൂര് വന്നു. തൊപ്പൂർ ഈ വഴിക്ക് വരാൻ കാരണം നമ്മൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയത് ഈ വഴിക്ക് തന്നെ. കാരണം അതിൽ ശങ്കേരി വഴിക്ക് ഓമല്ലൊരു വഴിപ്പണി നടക്കുക. വഴിപ്പണി നടക്കണം, ഭയങ്കര കട്ടറ. അത് കാരണം നമ്മൾ ഈ വഴിക്ക് വന്നത്. കാറുകാരൻ കാണിക്കണ്ട. കാറ് നിർത്തി ഡോർ അങ്ങോട്ട് തുറന്നു, ചാട്ടി തുറന്നു. ഇപ്പം നമ്മളൊരു ഏസോടെ സ്പീഡിൽ നടന്നെങ്കിൽ അവൻ്റെ ഡോർ ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഇരുന്നേനെ. ഇതാണ് ചെന്നൈ ബാംഗ്ലൂർ റോഡ്. ചെന്നൈ ബാംഗ്ലൂർ അല്ല, മറ്റേ കന്യാകുമാരി കാശ്മീരി വഴിയല്ലേ? കന്യാകുമാരി കാശ്മീരി വഴിയാണ് ഹൈവേണത്. കന്യാകുമാരി കാശ്മീരി ഹൈവേണ്. നമ്മൾ ഈ ഹൈവേ തന്നെയാണ് യൂസ് ചെയ്യണത് മുഴുവൻ. നാഗ്പൂർ വരെ നമ്മൾ ഹൈവേ യൂസ് ചെയ്യണേ. ഈ ഹൈവേ കൂടെ നമ്മൾ നാഗ്പൂർ വരെ പോകണം. പക്ഷെ നമുക്ക് ഇടയ്ക്കൊന്ന് തിരിയേണ്ട വരും. മറ്റേ ഇവിടെ ബാംഗ്ലൂരും ഓമല്ലൂർ ഔട്ടർ പോവും. അതുപോലെ തന്നെ അങ്ങനെ തിരിയേണ്ടി വരും. നാഗ്പൂർ വരെ നമുക്ക് ഈ ഹൈവേ. നമ്മളങ്ങനെ ഹൈവേയിൽ കയറി. കൃഷ്ണഗിരി, ഒക്കനേക്കൽ, ഒസൂര്, വെല്ലൂര്, ഇതാണ് തൊപ്പൂർ. ഇതാണ് തൊപ്പൂർ. തൊപ്പൂര് തൊപ്പൂർ തൊപ്പൂർ. അങ്ങനെ നമ്മള് തൊപ്പൂര് കാട്ട് കയറാൻ തുടങ്ങിട്ടാ. തൊപ്പൂർ ഘാട്ട്. നമ്മളിത്ര ഫാസ്റ്റ് കയറി പോണെന്ന് ഒരു കാര്യമാണ്. നമുക്ക് ആകെ 1-2 ലോഡുള്ളതാണ് ഇങ്ങനെ കയറി പോണത്. നമ്മള് തൊപ്പൂർ ഘാട്ടിന്റെ പല പ്രാവശ്യം ഞാൻ വീഡിയോകൾ ഇട്ടിട്ടാ. കാലി വണ്ടിയാണ്. ആകെ 1-2 ലോഡുള്ള നമുക്ക്. അതെ, ലൈൻ ബസ്സിനെ നമ്മൾ ഓർഡർ ചെയ്യും. നമ്മള് ടോപ്പേരിലാണ് വണ്ടി പോണേ. ടോപ്പേരിലാണ് പോണേ. ടോപ്പേരിലാണ് വണ്ടി. ടോപ്പേരിലാണ് വണ്ടി കയറി പോണേ. മഞ്ഞ് വീഴ്ച ഉണ്ട്. മഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും തോറും മഞ്ഞ് കൂടി വരും. ഇപ്പൊ നമ്മള് തൊപ്പൂര് കഴിഞ്ഞ് ഘാട്ട് കയറി കഴിഞ്ഞു. ഇവിടേക്ക് നമ്മുടെ ധർമ്മപുരി ആവാറായി. എന്താന്നൊക്കെ മഞ്ഞില് അമ്മോ പൊളിച്ചോ. മഞ്ഞ നമ്മളിനി അങ്ങോട്ട് പോകും തോറും മഞ്ഞ് കൂടി വരും കേട്ടോ. വേണ്ട
അമ്പോ മഞ്ഞിന്റെ പവർ കൂടി 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 വരട്ടാ. അപ്പുറത്തെ വഴി കാണാൻ കൂടില്ല താഴെ ഉണ്ടോ മഞ്ഞ്. നമ്മളിനി അങ്ങോട്ട് പോകുന്നോറും മഞ്ഞ് കൂടി കൂടി വരൂടനെ. നമ്മുടെ യാത്രയെല്ലാം മഞ്ഞ് കൂടി 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 വരനെ. നമ്മളങ്ങനെ ധർമ്മപുരി ആവാറായിട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് പോകുന്നതോറും മഞ്ഞ് കൂടി കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ യാത്രയാണ് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് കഴിഞ്ഞ് കർണാടകയിൽ കയറുമ്പോൾ മഞ്ഞിനെ കുറച്ചുകൂടെ കൂടും. അത് കർണാടകനൊക്കെ കൂടുതലായിരിക്കും ആന്ധ്രനൊക്കെ കൂടുതലായിരിക്കും തെലുങ്കാനയിലേക്കാളും ആ ലെവലായിരിക്കും മഹാരാഷ്ട്ര കഴിഞ്ഞ പിന്നെ മധ്യപ്രദേശ്. ഇങ്ങനെ ആയിരിക്കും മഞ്ഞ്. പകലാകുമ്പോൾ പിന്നെ കുറച്ച് കുറയും. നല്ല മഞ്ഞ് പറയുന്നല്ലോ. അങ്ങനെ വീഡിയോഗ്രാഫറാ, വീഡിയോ എഡിറ്റിങ്, ക്യാമറമാനൊക്കെ പറയുന്നല്ലോ. അങ്ങനെ നമ്മള് മഞ്ഞിന്റെ ഒക്കെ മാറി നല്ല വെയില് വീഴാൻ തുടങ്ങിട്ടാ. സമയം 8 മണിയായി. 8 മണിയായപ്പോഴത്തേക്ക് നല്ല ഇതായി തുടങ്ങി. നമുക്ക് അടുത്ത് കിട്ടണ കൃഷ്ണഗിരി ആവാറായി. അത് ഇതുവരില്ല. കൃഷ്ണഗിരി നമ്മളങ്ങനെ കൃഷ്ണഗിരി ആയിട്ടാ. കൃഷ്ണഗിരി ഇവിടുന്നാണ് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ ആസാമൊക്കെ പോവാ. ചെന്നൈ പോണ വഴിയുള്ളത്. വണ്ടപ്പാറങ്ങളൊക്കെ ഒറ്റപ്പാറ നല്ലത്. അല്ല ഇടയ്ക്കിടയ്ക്ക് കട്ട കഷ്ണങ്ങളുടെ കാണില്ലേ കല്ലുകൾ. പാറ പൊടിഞ്ഞാണല്ല. അങ്ങനെ നമ്മള് കൃഷ്ണഗിരി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് ഓസൂർ. നമ്മുടെ മുമ്പിൽ കണ്ടോ വണ്ടപ്പാറ കൂട്ടങ്ങളാണ്. വലിയ പാറക്കൂട്ടങ്ങളുണ്ടോ രണ്ട് സൈഡിൽ. നമ്മളിപ്പോ നേരത്തെ കണ്ട പാറയിൽ ഇത് കയറ്റുന്ന ഒരു ഫോറസ്റ്റ് ആണ്. ഷോലഗിരി കണ്ടിരിക്കണം. ഷോലഗിരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് എഴുതിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ് പറഞ്ഞ ഇവിടുത്തെ എന്താ രസം കാണാൻ. നമ്മുടെ നാട്ടിലെ വണ്ടിയൊക്കെ മഞ്ഞ് വെള്ളക്കളർ. നമ്മളങ്ങനെ ഒസൂരായി. ഇപ്പൊ ഒസൂർ ഇവിടെയാണ് അശോക് ലൈലൻഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷോറൂമല്ല ഫാക്ടറി. അശോക് ലൈലാൻഡ് മാനുഫാക്ചറിയാണ്. ഫാക്ടറിയാണ് ഇവിടെ ഉണ്ട്. ഇപ്പൊ പോണ വഴിക്ക് കാണാം. ഹൈവേയുടെ സൈഡ് തന്നെയാണ്. ഇതാണ് ഒസൂർ. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് താഴ്ത്തി കയറണം. ഈ നേരെ പകലപ്പാല കിടക്കാൻ പറ്റുമല്ലോ. നോ എൻട്രി ഉണ്ടെന്നുള്ളവർ അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ തിരിയണ സ്ഥലമായിട്ടാ. വണ്ടിന്റെ ചാക്കൊക്കെ ചാടിപ്പോയി നോക്കിയാ. ഇതുണ്ടോ ഒസൂർ ബോർഡ് കണ്ടോ. നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിയും. വണ്ടി ചാടിപ്പോയി ചാക്കറ കാണാം. സാധനം അറിയില്ല. അമ്മാരത് ബൈക്കിൽ നിന്നിട്ട് നൈസോട്ട് ഒന്നും കേട്ടിട്ടുണ്ട്. വണ്ടിക്കാരൻ നിർത്താണ്ട് പോയതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഈ വഴി നേരെ പോയിട്ട് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു. നമ്മളങ്ങനെ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇനി ഇവിടുന്നാണ് കുറച്ച് വഴി ഭയങ്കര മോശമാണ്. ഇതാണ് എന്തോ ഭാരത്മാല എന്ന് പറഞ്ഞൊരു വഴിയില്ലേ. അങ്ങനെ ഒരു വഴിയിലേക്ക് പ്രധാനമന്ത്രിയുടെ ഒരു ഇതില് പണി നടക്കണം ഇവിടെ 6 ലൈന്. അതായത് അങ്ങനെ പണി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പറയാം. കാരണം നമ്മൾ ആ റോഡിലേക്ക് കയറുമ്പോൾ അതിനെപ്പറ്റി പറയാം. ആ പണി 2024 അവസാനിക്കുമ്പോൾ ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു. ഓപ്പൺ ആകുമ്പോൾ നല്ല ടിക്കറ്റ് സെറ്റപ്പ് ആവും. ഭാരത്മാല എന്തൊരു പരിപാടിയിൽ ചേർത്ത് പണിയുണ്ട്. അതിന് പണിയൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാണ്ട് നമുക്ക് പറയാതെ. നമ്മൾ ഒസൂർ ടൗണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒസൂർ കഴിഞ്ഞു. ഇപ്പം അധികം ദൂരമില്ല കർണാടകയിലേക്ക് കയറാൻ.
50 കൊടുത്ത് അത് കൊടുത്ത 100 കൊടുത്തവരെ കിട്ടില്ല. ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു 50 എടുത്ത് കൈ പിടിക്കാം. 50 കൊടുത്താൽ തീർന്നു. 200 കൊടുത്ത് കിട്ടില്ല. ബാക്കി 200 കൊടുത്ത് 200 പോവും. 200 കൊടുത്ത് 200 പോവാം. 100 കൊടുത്ത് കഴിഞ്ഞാൽ 50 100 പോവും. 50 കൊടുത്താൽ കഴിച്ചിലേക്ക് പോരാ. ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു 50 രൂപ എടുത്ത് വണ്ടിയിൽ വെക്കണം എന്ന് പറഞ്ഞു. നമ്മൾ RT ചെക്ക് പോസ്റ്റ് ആയിട്ടാ, തമിഴ്നാട് ബോർഡർ RT ചെക്ക് പോസ്റ്റ്. നമ്മുടെ മാനാചാട്ടറൊക്കെ ചെക്ക് പോസ്റ്റിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭാരത് മാല എന്ന് പറഞ്ഞാൽ അത് വരുമ്പോൾ നമ്മുടെ ഈ വഴിക്കൊന്നും വരവില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം ഈ ഒസൂരൊക്കെ ടച്ച് ആവുന്നില്ല. ഈ വഴി നമ്മളിപ്പോൾ വരുന്ന ഈ വഴിയൊക്കെ ഈ 2024 അവസാനിക്കും. ആ വഴി വന്നാലും ഗുണം എന്താ വെച്ചാൽ നമുക്ക് ബാംഗ്ലൂരും ടച്ച് ആവണ്ട, ഒസൂരും ടച്ച് ആവണ്ട. നേരെ പോയി ഹൈദരാബാദ് റോഡിലേക്ക് ടച്ച് ആവാം. നേരെയുള്ള വഴിയാണ് വരുന്നത്. അതാണ് ഭാരത് മാല എന്നൊരു പരിപാടികളെ ചേർത്തേക്കാം. ഇതൊരു പ്രൈവറ്റ് ബസ് വേണ്ട. ഒസൂർ റായ്ക്കോട്ടെ പറഞ്ഞ പ്രൈവറ്റ് ബസ്സാണ് ഈ പോണ കേട്ടോ. കളറക്കോടും ഇല്ല, ഒന്നുമില്ല. അമ്പോ ഒരു ടിപ്പർ ഇടിച്ചാണോ നോക്കിയാ. അമ്പോ ഇടിച്ചാ ഡ്രൈവർ ഇല്ലട. ഡ്രൈവർ പോയി. നല്ല ജാമായി. അപ്പൊ ഈ നേരമായത് കാരണമാണ് കേട്ടോ. നമ്മള് രാത്രിക്കൊക്കെയാണ് ഇവിടെ പോകാം. നമ്മള് കഴിഞ്ഞ ട്രിപ്പൊക്കെ വന്നപ്പോൾ രാത്രിക്കാണ് വന്നതും പോയതും രാത്രിയാ. കാരണം വലിയ കലാപം ഉണ്ടായില്ല. ഈ സ്ഥലത്തിന്റെ പേര് ബാഗൂരാ അങ്ങനെ എന്തായി. നമ്മളാ ഭാരത് മാല എന്ന് പറഞ്ഞ റോഡില്ലേ, ആ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലൊന്നും വരേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ടോൾ കൊടുത്ത് പോയാലും നമുക്ക് കലാപില്ല. സ്ഥലത്തിന്റെ പേര് തന്നെ ബാഗല്ലൂര്. ഹൊസൂർ ടു മാളൂർ മെയിൻ റോഡ്. അപ്പൊ നമ്മൾ ബഗലൂരാണ് സ്ഥലത്തിന്. ബഗലൂർ കർണാടകയിലേക്ക് കിടക്കാൻ പോകണ്ട. നമ്മള് കർണാടകയിലേക്ക് കയറുന്നത്. കർണാടക നമ്മൾ തമിഴ്നാട് കഴിഞ്ഞ് കർണാടകയിലേക്ക് കയറി. കണ്ട കർണാടകയിലെ കൊടിയും കാര്യങ്ങളൊക്കെ കണ്ട. നമ്മളിപ്പോൾ കർണാടകയിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ നിർത്തിയേക്ക് വണ്ടി. കർണാടകയിൽ ഡീസലിൻ്റെ റേറ്റ് ഇത് SRൻ്റെ നയാരുടെ പമ്പാണ്. SR അടുത്ത ഡീസലിൻ്റെ റേറ്റ് കണ്ട 87.62. ഇപ്പോൾ ഡീസൽ അടിക്കാൻ നിൽക്കുക. അപ്പോൾ ഇവിടുന്ന് ഫുള്ളാക്കി കഴിഞ്ഞാൽ നമ്മളിനി കർണാടക തീരുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ ഫുള്ളാക്കും. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ടാങ്ക് കണ്ട 162 നമ്മുടെ 160 ലിറ്ററാണ് നമ്മുടെ വണ്ടിയുടെ ടാങ്ക്. കമ്പനി ടാറ്റ കമ്പനി പറഞ്ഞ ടാങ്ക് 160. പക്ഷെ ഡീസൽ അടിച്ചപ്പോൾ 162. 162 ലിറ്റർ ഡീസലാണ് പിടിച്ചാണ് വണ്ടിയിൽ ഇപ്പോൾ. കണ്ടോ ഇതൊക്കെ ഉണ്ടോ. ഇത്രയും ടാങ്ക് നമ്മുടെ വണ്ടി ഇപ്പോൾ ഫുള്ളാക്കി. ടാങ്ക് ഫുള്ളാക്കിയപ്പോൾ SRൻ്റെ നയാരുടെ പമ്പ് അടിച്ചപ്പോൾ 160 കമ്പനിയാണ്. അതൊന്ന് കാണിച്ചേട്ടാ ഫോണിൽ. ഇതുണ്ടോ ടാറ്റയുടെ വണ്ടിയുടെ തരണോ. ടാങ്ക് കപ്പാസിറ്റി 160 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഉണ്ടോ ടാറ്റ 1512 ഈ മോഡൽ വണ്ടിയുടെ കപ്പാസിറ്റി 160 ലിറ്ററാണ്. 5 ഫോർവേഡ് ഗിവർ അല്ലാണ്ടോ. പക്ഷെ നമ്മുടെ ടാങ്ക് ഫുള്ളാക്കി പിടിച്ചേക്കുക. നമ്മുടെ വണ്ടിയിൽ ടാങ്കിൽ 10 ലിറ്റർ ഉണ്ടാവില്ലേ. 10 ലിറ്റർ ടാങ്കിൽ നമ്മുടെ ഡീസലുണ്ടായിരുന്നു. നയാരുടെ പമ്പാണ്. SRൻ്റെ നയാരുടെ പമ്പ് വരും. ഇത് ചെക്ക് ചെയ്യേണ്ടത് ആരെയും കംപ്ലൈൻറ്റ് വിളിച്ച് നോക്കാം നമുക്ക്. അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. വണ്ടി ഒന്നും എടുക്കാൻ പറ്റേ. എന്നാലും തീരുമാനമാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇത് പറഞ്ഞില്ല ഡീസൽ വല്ല ഒരു ഇതില്ല. അപ്പോൾ ഇത് അളന്ന് കാണിക്കുക നമ്മളെ. ഇത് 5 ലിറ്റർ പിടിക്കുമൊന്നും കഴിയില്ല. 50 ലിറ്റർ കഴിയുമ്പോഴാണ് അളവ് വ്യത്യാസം വരണവർ. ഇപ്പം ഇതിലിപ്പോൾ കറക്റ്റ് ആയിട്ട് അളവ് 5 ലിറ്റർ ആയി. ഇപ്പൊ കറക്റ്റ് ആയി. പക്ഷെ നമുക്ക് 160. നമ്മളവിടെ നിന്ന് അങ്ങനെ ഡീസലൊക്കെ അടിച്ച് വണ്ടി എടുത്ത് പോകുന്നുട്ടാ. നമ്മുടെ ഒരു 3 ലിറ്റർ പോയിരാണല്ലേ. 3 ലിറ്ററില്ല 3 ലിറ്റർ അല്ല ഞങ്ങളുടെ 154. ഞങ്ങൾ മീറ്ററിൽ വെച്ച് കണക്കോട്ട് വണ്ടിയിൽ 154 ലിറ്റർ ഡീസലേ പിടിക്കുള്ളൂ അവിടെ. അപ്പോൾ 63 പിടിച്ചു. അപ്പോൾ 9 ലിറ്റർ ഡീസല് അലിക്കും. 10 ലിറ്റർ ഡീസൽ നമ്മൾ അലിക്കും. പക്ഷെ അവര് മെഷീനിൽ വെച്ച് അളക്കുമ്പോൾ കറക്റ്റ് അവർ കിട്ടുന്നുണ്ട്. അത് എന്താ സംഭവം അറിയില്ല നമുക്ക്. കാരണം ഇത് വേറെ കാര്യം ഇത് ടാറ്റ കമ്പനി പറഞ്ഞാൽ 160. ഞാൻ നേരത്തെ പറഞ്ഞു 160 ടാങ്കാണ്. പക്ഷേ അവിടെ അടിച്ചപ്പോൾ നമുക്ക് 162 പിടിച്ച് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ 9 ലിറ്ററിൻ്റെ 10 ലിറ്റർ ഡീസലിൻ്റെ കാശ് പോയി 800 രൂപ. നമ്മളീ വഴിയിലേക്ക് കയറിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭാരത് മാല എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്ന പറഞ്ഞില്ലേ. നരേന്ദ്രമോദി 2024 വരുമ്പോൾ ഒരു ഭാരത് മാല എന്ന് പറഞ്ഞ റോഡ് വരുന്ന പറഞ്ഞില്ലേ. അതിൻ്റെ ഇതാണ് ഈ റോഡ് കേട്ടോ. ഇതുണ്ടോ ഭാരത് മാല. നമ്മൾ ഈ വന്ന ബൈപ്പാസ് ഒഴിവാക്കിയിട്ട്, അതായത് ഒസൂർ ടൗണ് ബാംഗ്ലൂർ ടൗണ് ടച്ച് ആകാണ്ട് നേരെ ഹൈദരാബാദ് റോഡിലേക്ക് കയറാനുള്ള വഴിയാണ് പറഞ്ഞത് ഭാരത് മാല. ഇതാണ് ആ വഴി. ആ വഴിയുടെ പണികളാണ് നടക്കുന്നത്. 2024 ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മൾ ഭാരത് മാല അവിടെ കുറച്ച് ദൂരം നമ്മൾ ഓടും കേട്ടോ. ഇതുണ്ടോ ഭാരത് മാല.
വെട്ടിക്കെട്ടായിട്ട് പണിയാ വെട്ടിക്കെട്ടായിട്ട് വെട്ടിക്കെട്ടായിട്ട് റോഡ് പണിയാ വെട്ടിക്കെട്ടായിട്ട് കേട്ടോ അടിപൊളിയായിട്ട് പണിയാ ഭാരത്മാല അതെന്തോ അതിന് വേറെ കൂടെ പറയാം 2024 കഴിഞ്ഞ ഓപ്പൺ ആവുന്നത് നമ്മളങ്ങനെ ഒസ്കോട്ട നേരെ പോകാൻ പറ്റില്ല നമുക്ക് ലെഫ്റ്റ് ആണ് പോകണ്ട ലെഫ്റ്റ് പോയിട്ട് നമ്മൾ 4 ലൈൻ തന്നെ കയറും കുറച്ചുകൂടെ 4 ലൈനിൽ പോകും നേരെ പോയാലും നമുക്ക് പോവാം ലെഫ്റ്റാണ് പോകേണ്ടത് നേരെ പോയാലും നമുക്ക് പോവാം അപ്പുറത്ത് തിരിയണം ഇവിടുന്നല്ല അപ്പുറത്ത് ശരി ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ശരിയാ എനിക്ക് വഴി തെറ്റിയതാ നേരെ പോണ്ട അടുത്ത പാലത്തിനോട് ലെഫ്റ്റ് പോകണ്ട അങ്ങനെ അടുത്ത പാലത്തിനോട് ഇതല്ല അടുത്ത പാലം നമ്മള് എങ്ങനെയിപ്പോ കഴിഞ്ഞിട്ട് നമ്മള് രാത്രി വന്നില്ലേ എന്തൊരു തിരക്ക് സുഖം തിരക്കാം ഒരു വണ്ടി ഇല്ലേ ഇപ്പൊ പകല എന്താ തിരക്ക് നമ്മളങ്ങനെ ഹൈവേയുടെ ഭാഗത്തേക്ക് വന്ന് വിട്ടിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പാലം കണ്ടപ്പോൾ നമ്മൾ തിരിഞ്ഞു പറഞ്ഞു ആ പാലല്ല ഈ പാലത്തിനാണ് ആ പാലം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വന്ന് തിരിഞ്ഞു ഇന്നുണ്ടോ ഇവിടുന്നുണ്ടോ തൊട്ടുബെല്ലാപ്പൂർ നമ്മൾ തൊട്ടുബെല്ലാപ്പൂർ കയറുന്നത് ബസ് പെട്ട് തൊട്ടുബെല്ലാപ്പൂർ ഹൈദരാബാദ് പോലും ഉണ്ടാവും എന്തായാലും റോഡ് വരുന്നത് ഇതോ 2024 ഓപ്പൺ ആക്കാനാണ് പണി നടക്കണേ ആകുമ്പോ പോളി സാധനം ഇതാണ് ഭാരത്മാല റോഡ് നമ്മൾ നേരത്തെ ഈ വീഡിയോ റോഡ് പണി നടക്കണില്ല ആ റോഡ് പണി നടന്ന ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ റോഡ് പണി കഴിഞ്ഞു കേട്ടോ ഇത് നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് ഉപരിഗതാഗത വകുപ്പ് മന്ത്രിയല്ലേ നിതിൻ ഗഡ്കരിജി ഒരു 2 മാസം മുന്നേ കണ്ട് ഫേസ്ബുക്കിലിട്ടത് ഈ റോഡാണ് ഭാരത്മാല ഇതിന് കുറച്ച് ഭാഗങ്ങളെ പണി കഴിഞ്ഞിട്ടുണ്ടോ ഫുള്ള് തീർന്നില്ല നമ്മൾ നേരത്തെ ഉണ്ടല്ലോ നേരത്തെ ഉള്ള ഭാഗങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വഴി വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാംഗ്ലൂർ ടച്ച് ആവണ്ട ഒസൂർ ടച്ച് ആവണ്ട നേരെ നമുക്ക് ഹൈവേയിലേക്ക് ഒന്ന് കയറാം ഒരു മണിക്കൂർ എത്ര മണിക്കൂർ നമുക്ക് ലാഭമായി എന്നറിയാം ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി മോദിജിയുടെ ഗ്യാരണ്ടിയാണ് ഈ കാണുന്നത് നമ്മളിപ്പോ നമ്മുടെ വണ്ടിക്ക് എത്ര 240 അല്ല ടോള് ഓപ്പൺ ആയോ ഓപ്പണായി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഓപ്പൺ ആകാൻ പറ്റില്ല കേട്ടോ ടോള് പണി വഴിപണി പുള്ളി കഴിഞ്ഞിട്ട് ഓപ്പൺ ആകാൻ പറ്റില്ലേ നല്ല വഴിയാണ് ഓപ്പണായി അല്ല ഇവിടുത്തെ നമ്മളെ ഇപ്പൊ പുതിയ ടോളിന്റെ വെറൈറ്റി ഞാൻ പല വീഡിയോയിലും കാണിച്ചു ടോൾ കാണിച്ചിട്ടുണ്ട് പുതിയ വെറൈറ്റി ടോൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതുണ്ടോ ഇപ്പോഴത്തെ പുതിയ റോഡിന്റെ ടോളുണ്ടോ ടോളിൽ ആരും ഇല്ല ഉണ്ടോ ആൾക്കാരും ഇല്ല സാധാരണ കൗണ്ടറൊന്നുമില്ല ഒരു വണ്ടിയും ഇത് വെച്ചിട്ടുണ്ടോ നമ്മുടെ വണ്ടി വരുന്നു റീഡ് ചെയ്യണോ പോണുണ്ടോ ഉണ്ടോ അടി പോക്കണോ പോണുണ്ടോ മറ്റേ മുന്നത്തെ ടോളിലാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്രില്ലും സാധനമൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ഇപ്പോഴത്തെ ടോളിൽ അതില്ല വെറും ഒരു വണ്ടിയും സാധനം മാത്രം ടോൾ കൊടുത്തായിരുന്നു അപ്പൊ ഒരു കൊടുത്തല്ല നല്ല സുഖമായിട്ട് ഒരു 10-20 കിലോമീറ്റർ ഓടിക്കാൻ പറ്റിയില്ലേ പറയണ്ട എന്തിട്ട് പാറണ പോലെ ചേട്ടൻ പറയാ ഞാൻ പറഞ്ഞ ചേട്ടൻ പറയും എന്നിട്ട് പാറക്കൂട്ടം അമ്പലത്തിന്റെ കൊടി ശ്രീരാമാവും അല്ലെങ്കിൽ നാവി കൊടിയെല്ലാം കൂടി നമ്മളങ്ങനെ ഹൈദരാബാദ് റോഡിലേക്ക് കയറിട്ടാ അപ്പൊ നമ്മളെ വന്ന റോഡിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഹൈദരാബാദ് റോഡിലേക്ക് കയറി പെനിക്കൊണ്ടയാണ് ബോർഡർ 98 കിലോമീറ്റർ പെനിക്കൊണ്ട കയറി ആന്ധ്രയായി ആനന്ദപൂർ 170 ഹൈദരാബാദ് 522 നമുക്ക് ഫസ്റ്റ് ലോഡറൊക്കെ നടത്തേക്ക് 522 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മുമ്പില് ഒരു പശുവിന്റെ വണ്ടി വേണ്ട പശുവണ്ടി ഇത് വളർത്താൻ കൊണ്ടുള്ള പശു കേട്ടോ വളർത്താൻ അതല്ലാണ്ട് കൊല്ലാൻ കൊണ്ടോണല്ലോ കേട്ടോ അവര് ഇതവിടെ മുകളിൽ റോഡിന് എന്തോ പണി നടക്കണം കാരണം സർവീസ് റോഡിലേക്ക് ഇറക്കി വിട്ട വണ്ടി പശുക്കളാട്ടോ കുറേ ഉണ്ട് ഫാമിലിക്ക് എന്താ കൊണ്ടുപോകണമുണ്ട് അല്ലേട്ടാ പശുക്കളോ പശുക്കളോ ഇതാണ്ട് ആ പോത്തുമണിന് പശുക്കാട് വണ്ടിനെ പോലീസുകാർ പിടിച്ചോണ്ടാ അവിടെ നിൽക്കുന്നുണ്ട് പോലീസ് പിടിച്ചോടാ പിന്നാലെ വന്ന് പിടിച്ചവര് ഇതിപ്പോ ഇത് രണ്ടാമത്തെ വണ്ടി നമ്മൾ നേരത്തെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കർണാടക ആർട്ടി ചെക്ക് പോസ്റ്റ് കേട്ടോ അവിടെ നിർത്തണില്ല നമ്മളിപ്പോ ഒന്നും അറിയില്ല നമ്മൾ നേരെ വിട്ടു പോകും നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ വഴിക്ക് അല്ലേ ഏട്ടാ
നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ വഴിക്ക്, കാരണം നമുക്ക് അറിയാത്തവരെ നമ്മൾ വിട്ടുപോകും. അങ്ങനെ നമ്മൾ കർണാടക കഴിയാൻ പോകണ്ട. ഇനിയിപ്പോൾ നമ്മളൊരു കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ആന്ധ്രയിലേക്ക് കിടക്കും. പാറക്കോട്ടുണ്ടോ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഭയങ്കര ചൂടാട്ടോ. ഇപ്പൊ നല്ല ഗംഭീര ചൂടാ. ഞാൻ ഇരുട്ടാവണം, ഭയങ്കര തണവും, പിന്നെ മഞ്ഞിന്റെ ബഹളവും. പെനിക്കൊണ്ട 36. നമുക്കിനി അടുത്ത RT ചെക്ക് പോസ്റ്റ് കിട്ടുന്നതാണ് പെനിക്കൊണ്ട. അത് ആന്ധ്ര പെനിക്കൊണ്ട. അനന്തപുരം 130, ഹൈദരാബാദ് 463. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം പോയി നമ്മൾ ബോർഡർ കഴിഞ്ഞാൽ കർണാടക കഴിഞ്ഞാൽ ആന്ധ്രയിലേക്ക് കിടക്കും. ഇതുണ്ടാ, താങ്ക് യു, വിസിറ്റ് അഗൈൻ കർണാടക, വെൽക്കം ടു ആന്ധ്രാപ്രദേശ്. ഉണ്ടാ, നമ്മളങ്ങനെ ആന്ധ്രയിലേക്ക് കിടന്നു കേട്ടോ. നമ്മൾ ആന്ധ്രയുടെ അണ്ടറിലായി നമ്മളിപ്പോൾ. ഇനി ഇവിടുത്തെ ഒരു 10-30 കിലോമീറ്റർ നേരത്തെ പെനിക്കൊണ്ട എന്നുള്ള ബോർഡ് ഉണ്ടല്ലേ, അത്ര 36 കിലോമീറ്റർ പെനിക്കൊണ്ട. ആ പെനിക്കൊണ്ട എത്തുമ്പോൾ ആൾക്കാരാകുമ്പോഴാണ് ആന്ധ്ര RT ഉള്ളത്. അപ്പം നമ്മളിനി ആന്ധ്രയിലത്തെ യാത്രയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ ആന്ധ്രയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര. ഇനി നമ്മുടെ യാത്ര ആന്ധ്രയിൽ കൂടെയാണ്. നമ്മളിപ്പോൾ ആന്ധ്രയിലേക്ക് കടന്നിട്ട് നമുക്ക് ആദ്യം കിട്ടിയൊരു സ്ഥലമാട്ടത്. ഈ ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകണുണ്ടോ? ഈ വഴിക്കാണ് മറ്റേ സത്യസായിബാബയുടെ അമ്പലമില്ലേ, ആ വഴിക്ക് ഈ വഴിക്ക് പോവാം. ഇതിലൂടെ പോവാം, ഇങ്ങോട്ട് പോവാം. എന്താണ് ആ കാറ് തിരിഞ്ഞു പോകണുണ്ടോ? അത് പോവാം. ഇവിടെയാണ് സത്യസായിബാബയുടെ അമ്പലമൊക്കെ ഉള്ളത്. എന്താ രണ്ട് സൈഡിലും കൃഷികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലാണ്, നല്ല ചൂടാ പുറത്ത്. ദൂരെ കാണുന്ന വണ്ട പാറകളാണ്. പാറയാണ് പാറ. RT ചെക്ക് പോസ്റ്റായി കേട്ടോ. നമ്മള് ആന്ധ്ര RT ചെക്ക് പോസ്റ്റായി. ഇവിടെ നമുക്ക് നോക്കാം, നൈസായിട്ടാണ് കടന്നു പോകാൻ പറ്റും, നോക്കാം നമുക്ക്. RT ചെക്ക് പോസ്റ്റ്. നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് അല്ല കേരളത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഒരിടത്തും നമ്മൾ RT ചെക്ക് പോസ്റ്റ് നിർത്തിയിട്ടാ. ഒരിടത്തും പൈസ കൊടുത്തില്ല. കാലത്തെ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അവര് ചെന്നു നോക്കി ബില്ലെടുത്തിട്ട് വരാൻ പറഞ്ഞു. ബില്ലെടുത്ത് വരാൻ പറഞ്ഞാൽ നമ്മൾ വണ്ടിയെടുത്ത് കയറി വേറെ വണ്ടി എടുത്തിട്ട് പോകും. ഇതാണ് ചെക്ക് പോസ്റ്റ്. ആൾക്കാരൊക്കെ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് പോകണുണ്ടോ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് ചെക്ക് പോസ്റ്റ്. വണ്ടികളൊക്കെ നിർത്തി വേണ്ട. അപ്പൊ അതും ചാടിച്ചു. ഇനിയിപ്പോ നമുക്ക് കർണൂല് RT ഉണ്ട്, അതിനെ നമ്മൾ ചാടിക്കും. പിന്നെ തെലങ്കാന കയറുമ്പോൾ രാത്രി ആയിരിക്കും. അതും ഇതേപോലെ വണ്ടി നൈസോടെ കയറ്റി നിർത്തി കടന്നു പോകാൻ പറ്റും നോക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സാധനം കണ്ട, ഇതാണ് കിയ കാറിന്റെ ഷോറൂം കേട്ടോ. കിയ എന്ന് പറഞ്ഞ കാർ കമ്പനിയുടെ ഷോറൂമാണ്. ഷോറൂമിന്റെ എൻട്രൻസ് അല്ല തുടക്കം നമ്മളായിട്ടുള്ള എൻട്രൻസ് ഒക്കെ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോകണം. കുറേ ദൂരം അതിന് മുന്നിലേക്ക് പോയതിന് ശേഷമാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ പറഞ്ഞത്. എത്ര കിലോമീറ്ററാന്ന് അറിയോ ഈ ഇതുള്ളത്? ഇതാണ് കിയ കാർ. കിയ അണ്ടർ ഫാക്ടറി, കിയയുടെ കാറിൻ്റെ കമ്പനി ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇട്ടത്. ഇതൊക്കെ ഒരു കാലത്ത് വിജനമായ ഭൂമിയായിട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ ഇതൊക്കെ വന്നത്, ഫാക്ടറികൾ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഈ കാറിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കാറിൻ്റെ ഷോറൂം ആയത് കാരണം ഞാൻ എടുത്താണത്. ഇതാണ് കിയ കാറിൻ്റെ ഷോറൂം. അങ്ങനെ ആ ഷോറൂം നമ്മൾ കഴിയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീരാറായി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്താറായി. ഇതാണ് കിയ കാറിൻ്റെ ഫ്രണ്ട് ഷോറൂം. ഫ്രണ്ട് ഗേറ്റിൻ്റെ ഭാഗമായി, കമ്പനിയുടെ എൻട്രൻസിൻ്റെ ഭാഗമായി, ഫ്രണ്ട് ഭാഗം തന്നെ ഉണ്ടാ കിയ കാറിൻ്റെ ഫ്രണ്ട് ഭാഗമായി നമ്മളിപ്പോൾ. എത്ര കിലോമീറ്റർ എന്ന് പറയാം. ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറേ ഭാഗങ്ങൾ ഞാൻ വിട്ട് കളഞ്ഞു. എന്നിട്ടാണ് ഇവിടേക്ക് എത്തിയപ്പോൾ. പിന്നെ ഫ്രണ്ട് ഭാഗത്തായി കിയ. നന്നാവട്ടെ, നല്ല വികസനങ്ങൾ വരട്ടെ. നമ്മുടെ നാട്ടിലേക്കാണ് ഇതൊക്കെ എപ്പോൾ പൂട്ടിപ്പോയിണ്ടാവില്ല. കേരളത്തിൽ ഞാൻ കേരളത്തിനെ കുറ്റം പറയുന്നല്ല കേട്ടാ. കേരളത്തിലാണെങ്കിൽ ഇതേപോലെ ഇനി ഫ്രണ്ടിലേക്കും ഉണ്ട്, അങ്ങോട്ട് ദൂരേക്കും അങ്ങോട്ടും ഉണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വണ്ടികളുടെയൊക്കെ പാർക്കിംഗ് ഉണ്ടോ കിടക്കണുണ്ട്. പാർക്കിംഗ് സ്ഥലങ്ങളെല്ലാം ഉള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ, പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അമ്പോ ദേവോക്കെ വോൾവോ എന്നൊക്കെ ആയിട്ട് വേണം നമ്മൾ കയറിയിരിക്കുന്നത്. വോൾവോല എന്ത് സാധനമായാലും കയറിയിരിക്കും.
ഓൾമോ തന്നെ വലിയ സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞ ഓൾമോ എല്ലാം ഡിവൈഡർമോ കയറൂട്ടാ ചേട്ടാ ചേട്ടാ പറഞ്ഞല്ലേ വോൾവോ ആണെങ്കിലും ഡിവൈഡർമോ കയറൂട്ടാ അല്ലാണ്ട് വോൾവോയ്ക്ക് മാത്രം ഡിവൈഡർമോ കയറാൻ പാടില്ലാക്കൊന്നുമില്ല. ആ അടിച്ചു പൊളിച്ചിട്ട് ഡിവൈഡർമോ വെച്ചിട്ടേക്ക് ഞങ്ങള് ഒരു ചായ എല്ലാം കുടിച്ചു. ചായയൊക്കെ കുടിച്ച് ഞങ്ങള് ഡ്യൂട്ടി മാറി. ഇനിയിപ്പോ ഞാൻ കുറച്ചേരം കിടന്ന് തുറക്കട്ടെ. ഡ്യൂട്ടി മാറി വണ്ടി എടുത്ത് പോവാണ്. ഏതാ ആ ഓട്ടോ ശേഷം കത്തിയായിരുന്നു 8 വരെ ആയതാ മൈലേജ്. ഇല്ലില്ല ആ കെട്ടു കത്തിട്ട് കെട്ടാന്ന് 8 വരെ വന്നാ ഇപ്പൊ കത്തിട്ടോ. ഇല്ലില്ല കത്തിട്ട് കെട്ടൂന്ന് 8 വരെ വന്നാ മൈലേജ്. 8 വന്നിട്ട് കത്തിട്ട് കെട്ടാ.